എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ്, CPM-ന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 23-ാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം LDF-ന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ CPM-നും അത് കൈമാറ്റം ചെയ്തു, ചോർന്നുപോയി. രണ്ടാമത്തെ കാര്യം, 23-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 15 ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം. നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക. ഒരു വിധത്തിലും ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല. ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക. വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും 15 ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 23-ാം തീയതി ഉൾപ്പെടെ 23-ാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് മുതൽ 15 ദിവസം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ, അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. മാത്രമല്ല, 15 ദിവസം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളത് അത് 30 ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ 1100 പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുക. ഇവിടെ 1300 പേരാണ് ലോക്കലിൽ, അതായത് ലോക്കൽ ഏരിയ, റൂറൽ ഏരിയ. പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ട് ചെയ്താൽ മതി, അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും. ഇവിടെ റൂറൽ ഏരിയയിൽ 3 വോട്ട് ചെയ്യണം. പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക്. 1300 പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ, പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ പാതിരാത്രി 10 മണിയായാലും വോട്ട് ചെയ്ത് തീരൂല. അപ്പം ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം 1100 ആക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. 30 ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം. റൂറൽ ഏരിയയിൽ 1300 എന്നുള്ളത് 1100 ആയിട്ടെങ്കിലും കുറയ്ക്കാൻ തയ്യാറാകണം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പുവരുത്തിയില്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട്. നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ്, മോഡുലാർ കിച്ചൺ, ഹിഞ്ചസ്, ഹാർഡ്വെയർ, ഗ്ലാസ്, ലാമിനേറ്റഡ് ബോർഡ്, ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരിട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം, ഇരിട്ടി മൈസൂർ റോഡ്, കൽമുട്ടിയിൽ. ഹിഞ്ചസ്, ലോക്കുകളുടെയും 500-ൽ പരം ലൈവ് ഡിസ്പ്ലേ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി, എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ. ഗ്ലാസ് ഹൗസ് നിയർ E-City ഇലക്ട്രോണിക്, കൽമുട്ടി, ഇരട്ടി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.